ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ക്രിസ്തുമസ് ഒരുക്ക ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് ദൈവ സന്ദേശമായിട്ട് നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 1. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ ബലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:45. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഇന്നേ ദിവസം നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലവട്ടം ആവർത്തിച്ച് നമുക്ക് ഉരുവിടാം. ഇതാ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്ന ഈ ഭാഗം ലൂക്ക 1:39 മുതൽ 45 വരെയുള്ള ഈ ഭാഗം 3 തവണ വായിച്ചുകൊണ്ട് ലൂക്ക 1:45 എടുക്കാം. അതുപോലെ തന്നെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇങ്ങനെയുള്ള ദൈവവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നടക്കാം. കർത്താവിൻ്റെ അമ്മ നമ്മുടെ സ്വന്തം അമ്മയാണ്. ഈ അമ്മയുടെ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയട്ടെ. ആമേൻ.